അതുകൊണ്ട് അവരെ ഏകപക്ഷീയമായിട്ട് പാട്ടത്തിൻ്റെ തുക അടിച്ചേൽപ്പിക്കുകയും ആകാമോ? കൂടുതൽ പാട്ടം പിരിക്കുമോ സ്ത്രീകളിൽ നിന്ന്? ഒരിക്കലും ഇല്ല സാർ. കാരണം അതിൻ്റെ ഉൽപ്പാദന മേഖലയും ആയിട്ട് ബന്ധപ്പെട്ട് ആ വാർഡിലെ മെമ്പർ അതുപോലെയുള്ള മറ്റുള്ള ആൾക്കാരായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് നമ്മൾ അവരെ എത്രയാണോ ഇതിന് ഇപ്പം 2 ഏക്കറൊക്കെ പറയുന്നത് വെച്ചാൽ അതൊരു മര്യാദയാണോ എന്നുള്ളൊരു കൂടിയാലോചന വരുന്നുണ്ട്. അതിന് പഞ്ചായത്ത് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അമിതമായ പാട്ടം ഈടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് ഇടപെടുന്നുണ്ടോ? ഇടപെടുന്നുണ്ട്. അത് ആ വാർഡിലെ മെമ്പർ അതുപോലെ CDS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് സാർ. പാട്ടത്തിന്റെ ടേംസ് എങ്ങനെയാണെന്ന് പറയാമോ? എങ്ങനെ ഷെയർ ക്രോപ്പിംഗ് സംവിധാനമാണോ? പച്ചക്കൃഷി ഉൽപ്പാദിച്ച കുറേ പച്ചക്കൃഷി അവർക്ക് കൊടുക്കുകയാണോ? ഉടമയും പാട്ടകൃഷി സംഘവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അവർക്ക് പറയാൻ ഒരു അവസരം കൊടുത്താൽ. പാട്ടകൃഷി അവർ സ്വന്തമായിട്ട് എടുത്തിട്ട് പഞ്ചായത്തിൽ നിന്ന് അതിന് തുടങ്ങുമ്പോൾ വിത്തിറക്കുമ്പോൾ അതിനൊരു സബ്സിഡി ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് അത് വിളവെടുക്കുമ്പോൾ അതിന് വേറെ രണ്ടാമതും സബ്സിഡി ആയിട്ട് കൊടുക്കും. അപ്പോൾ അത് അവർ വിൽക്കും. അതിൻ്റെ ഉൽപ്പന്നം കൊണ്ടുപോയി വിൽക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വിലയും കിട്ടും. പഞ്ചായത്തിൽ നിന്നല്ല, അതിൻ്റെ കുടുംബശ്രീ മിഷൻ്റെ അവരിൽ നിന്ന് രണ്ട് പ്രാവശ്യമായിട്ട് അവർക്ക് സബ്സിഡി ആയിട്ട് 1 ഏക്കറിന് 800 രൂപ വെച്ച് വാഴക്കൃഷിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നെല്ല് കൃഷിക്ക് 13,000 രൂപ വെച്ച് അതും കിട്ടും. ഭൂമിയുടെ ഉടമസ്ഥന് കൊടുക്കുന്നത് എന്താണ്? കുടുംബശ്രീ യൂണിറ്റുകൾ എന്താണ് കൊടുക്കുന്നത്? ഉൽപ്പന്നമായിട്ടാണോ കൊടുക്കുന്നത് അതോ പൈസയുടെ എന്തെങ്കിലും കണക്കാണോ അതോ രണ്ടും ഉണ്ടോ? അതിനെപ്പറ്റി നെൽകൃഷി ചെയ്യുന്നതിന് നെല്ലായിട്ട് പിന്നെ കൊടുക്കുന്നുണ്ട് സാർ. വാഴ കൃഷിക്ക് നമ്മൾ പണമാണ് കൊടുക്കുന്നത്. വാഴകൃഷിക്ക് പണം, നെല്ലിന് മാത്രം കൃഷിക്കാരത് നെല്ല് അവർക്ക് വേണമെന്ന് പറയും. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ജൈവവളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതോ ജൈവവളവും രാസവളവും ഉപയോഗിക്കുന്നുണ്ടോ? പരമാവധി ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വളരെ കുറച്ച് ആൾക്കാർ മറ്റുള്ള വളം ഉപയോഗിക്കുന്നുണ്ട് സാർ. വളം പൂർണ്ണമായിട്ടും ജൈവവളം ആയിട്ടില്ല. പക്ഷെ ജൈവവളം 2 യൂണിറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് പരമാവധി നമ്മൾ കുറേ ജൈവവളം ഉപയോഗിക്കുന്നുണ്ട്. കൃഷി ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ ചെലവഴിക്കും? വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ മാസത്തിൽ 2 ദിവസം ചന്ത നടത്തുന്നുണ്ട്. അത് മിക്കവാറും തൊട്ടടുത്തുള്ള 4-5 പഞ്ചായത്തുകളും കൂടിയിട്ടാണ് ഞങ്ങൾ ഓരോ മാസത്തിലും ചന്ത നടത്തുന്നത്. അങ്ങാടിയിൽ വെച്ചിട്ട് അതിലേക്ക് കൊണ്ടുവരും. പിന്നീട് അതല്ലാത്ത സമയത്തും അവർ വാഴയൊക്കെ ചന്തയിലല്ലാതെ വിൽക്കുന്നു. സ്ത്രീകൾക്ക് ഇത് മാത്രമല്ല എംപവർമെന്റ് എന്ന് പറയുന്നത്, ശാക്തീകരണം എന്ന് പറയുന്നത്. അതിന് ഡിസിഷൻ മേക്കിങ്ങിൽ ഇപ്പം ഇവിടെ മെമ്പറുണ്ട്. ഈ ഒരു 5 വർഷത്തെ അനുഭവം വെച്ച് എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ട്? ഒരു തീരുമാനം എടുക്കാൻ, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ ആശ്രയിച്ചാണോ? അല്ല, ഇപ്പൊ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവൊക്കെ ആയിട്ടുണ്ട്. സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് സൂക്ഷ്മ സംരംഭങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതിൽ തുണിസഞ്ചി, അതുമാതിരി പേപ്പർ കവർ യൂണിറ്റ്. അല്ല, നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇതൊക്കെ എന്ത് ചെയ്യണോന്നുള്ളത്? വേറെ ആരെങ്കിലും ആണോ? ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് തന്നെയാണ് ഇതിന് സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത്, അവർ നല്ല നിലയിലേക്ക് വരാൻ എന്ത് പ്രൊജക്ട് ഉണ്ടാക്കണം എന്നുള്ളത് തീരുമാനിക്കും. ജൈവ കർഷകരായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 36ഓളം കർഷകർ ഈ പഞ്ചായത്തിലുള്ളതായിട്ട് ഈ ചോദ്യാവലിയിൽ പറയുന്നുണ്ട്. അത് അവർ ഈ കുടുംബശ്രീയിൽപ്പെട്ടവരാണോ അതോ പുറമേയുള്ളവരാണോ? അത് പുറമേയുള്ളവരാണ്. ഇവരുമായിട്ട് ബന്ധമില്ല. പക്ഷേ കുടുംബശ്രീ സംഘങ്ങൾ പൂർണ്ണമായിട്ടും ജൈവകൃഷിയിലേക്ക് വന്നിട്ടില്ല. പൂർണ്ണമായിട്ട് വന്നു എന്ന് പറയാനായില്ല. എന്താണെങ്കിലും ഈ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച അപ്പുണ്ണിച്ചേട്ടനെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ മാർക്സിലേക്ക്. അർവിജി സാർ. 15-ൽ 10.5. 15-ൽ 10.5. 10-ൽ 6. 10-ൽ 7. 10-ൽ 6.5 മാർക്ക്. അപ്പൊ ഈ പഞ്ചായത്തിന് ആകെ ലഭിക്കുന്ന മാർക്ക് 40.5 മാർക്ക്, 40.5 മാർക്ക് ഔട്ട് ഓഫ് 60. അപ്പൊ എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ റെഡിയല്ലേ? SMS ഫോർമാറ്റ് ഇതാണ്: GKE സ്പേസ് VDR സ്പേസ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 ടു ദിസ് നമ്പർ. സാർ, ഈ പഞ്ചായത്തിന്റെ വികസന കാഴ്ചകൾ മുഴുവൻ കണ്ടു, പഞ്ചായത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു. ഈ പഞ്ചായത്തിനെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? കുടുംബശ്രീ പ്രവർത്തനവും NREGS പ്രവർത്തനവും അതുപോലെ പാട്ടകൃഷിയുമായി സംഘകൃഷിയുമായി ബന്ധപ്പെട്ട് സ്ത്രീ ശാക്തീകരണം എന്നൊരു നല്ല ലക്ഷ്യമാണ്. പക്ഷേ ഈ പ്രവർത്തനങ്ങളിലൂടെ സ്വാഭാവികമായി വരുന്ന ഒരു ശാക്തീകരണത്തിനപ്പുറം നമ്മുടെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അതിലേക്ക് ബോധപൂർവമായ ഇടപെടലുകൾ വേണം. അതുപോലെ സംഘകൃഷി ചെയ്യുന്ന സമയത്ത് മുൻപ് പാട്ടക്കാരെ ജന്മികൾ
ചൂഷണം ചെയ്തിരുന്നത് പോലെയുള്ള ചൂഷണങ്ങളിലേക്ക് ഓരോ വർഷവും പാട്ടം കൂടുതൽ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല നിലയിൽ കൃഷിഭൂമി വികസിച്ച് വരുമ്പോൾ പാട്ടക്കാരനെ മാറ്റി വേറെ ആൾക്ക് കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തുക, അത്തരം രീതികളിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ പഞ്ചായത്തിൻ്റെ വളരെ ബോധപൂർവമായ ഇടപെടൽ കൂടി ഉണ്ടാകണം. ഇപ്പോൾ ഒരു തുടക്കമേ ആയിട്ടുള്ളൂ. കഷ്ടിച്ച് 3-4 ഹെക്ടറിലാണ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇത് പഞ്ചായത്തിലേക്ക് മുഴുവൻ വ്യാപിപ്പിക്കാനും അതുവഴി ശാക്തീകരണം കൈവരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ പിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. ചിരമിത്ര പരസ്പര ബന്ധിതമാണെല്ലാം, ഇതിൽ നാം ഇഴ ചേർന്നവർ താളതരംഗങ്ങൾ. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.